നമ്മുടെ വേഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും കാൽപ്പനിക കാലഘട്ടത്തിലെ വീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനോടൊപ്പം തന്നെ കവി ലോകത്തിൻ്റെ നിയമനിർമ്മാതാവാണ് എന്ന് അഭിപ്രായപ്പെട്ട ഷെല്ലിയുടെ വീക്ഷണം അതിനോട് ചേർത്ത് വയ്ക്കേണ്ടതാണ്. ദ പ്രിഫേസ് ടു ദ പോയംസ് എഴുതിയ മാത്യു ആർണോൾഡിൻ്റെ വീക്ഷണം, അദ്ദേഹത്തിൻ്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ്, പുതുകവിതകളെ പ്രാചീന ശ്രേഷ്ഠ കവിതകളുമായി തട്ടിച്ചു നോക്കുന്ന ആ ഒരു ടച്ച് സ്റ്റോൺ മെത്തേഡ് സമ്പ്രദായം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതുപോലെ തന്നെ കലയ്ക്ക് വേണ്ടിയാണെന്നുള്ള വാദത്തിൻ്റെ ഭാഗമായിട്ട് ഉയർക്കൊണ്ട ശുദ്ധലാവണ്യവാദം, ആ ശുദ്ധലാവണ്യവാദത്തിൻ്റെ പ്രചാരകരായിട്ട് വന്നു ചേർന്ന വാൾട്ടർ പേറ്ററും ഓസ്കാർ വൈൽഡും ഇമ്മാനുവൽ കാൻറ്റും, ആ കാര്യവും നമ്മൾ സംസാരിച്ചിരുന്നു. ശുദ്ധകലാവാദം യഥാർത്ഥത്തിൽ ഫ്രാൻസിലാണ് രൂപം കൊണ്ടത്. ശുദ്ധകലാവാദികൾ പ്രധാനികളായിട്ടുള്ളത് ബോദ്ലെയറും പിന്നെ അതുപോലെ തന്നെ ഗോത്തിയോർ, ഫ്ലോബർ തുടങ്ങിയവരാണ്. ബോദ്ലെയർ, ഫ്ലോബർ തുടങ്ങിയവരാണ് ഫ്രാൻസിലെ ശുദ്ധകലാവാദികളായി രംഗത്ത് വന്നത്. അപ്പോൾ കലയ്ക്ക് വേണ്ടി എന്നുള്ള വാദമാണ് ശുദ്ധലാവണ്യവാദത്തിൻ്റെ സത്ത. വാൾട്ടർ പേറ്ററും ഓസ്കാർ വൈൽഡും ഇമ്മാനുവൽ കാൻറ്റുമാണ് ശുദ്ധ ലാവണ്യവാദത്തിൻ്റെ മുഖ്യ പ്രചാരകർ. 1830കളിലാണ് ഫ്രാൻസിൽ ഇത് അങ്കുരിക്കുന്നത്. ഫ്രാൻസിൽ ബോദ്ലെയറും ഗോത്തിയറും ഫ്ലോബറുമാണ് ഈ വാദത്തിൻ്റെ വക്താക്കളായി മുന്നോട്ട് വന്നത്. എന്നാൽ ഇംഗ്ലണ്ടിൽ ശുദ്ധകലാവാദികൾ മറ്റു ചിലരായിരുന്നു. പ്രമുഖരായിട്ടുള്ള വിസ്ലറെ കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്കാർ വൈൽഡും വാൾട്ടർ പേറ്ററും എല്ലാം ഇംഗ്ലണ്ടിലെ ശുദ്ധകലാവാദികളുടെ വക്താക്കളാണ്. അപ്പോൾ ശുദ്ധലാവണ്യവാദത്തിൻ്റെ പ്രചാരകരിൽ പ്രമുഖരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൾട്ടർ പേറ്ററും ഓസ്കാർ വൈൽഡും ഇമ്മാനുവൽ കാൻറ്റുമാണ്. എന്നാൽ അതേസമയം അത് 1830കളിൽ ഫ്രാൻസിൽ അങ്കുരിച്ചതിന് ശേഷം ശുദ്ധകലാവാദികളായി രംഗത്ത് വന്നവരിൽ ചിലരാണ് ബോദ്ലെയറും ഗോത്തിയർ, ഫ്ലോബർ തുടങ്ങിയവർ. എന്നാൽ ഇംഗ്ലണ്ടിലെ ശുദ്ധകലാവാദികളായ പ്രമുഖരാണ് നേരത്തെ പറഞ്ഞ ആൾക്കാരുൾപ്പെടെ വിസ്ലർ, ഓസ്കാർ വൈൽഡ്, വാൾട്ടർ പേറ്റർ തുടങ്ങിയവർ. കലാപഠന ഗ്രന്ഥം രചിക്കുവാൻ ആണ് എല്ലാവരും ശ്രമിച്ചത്. ശുദ്ധകലയെക്കുറിച്ച് വാൾട്ടർ പേറ്റർ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള നമ്മളെല്ലാ ഈ പാശ്ചാത്യ സാഹിത്യ തത്വചിന്തകളുടെ മേഖലകളും അതിൻ്റെ പ്രമുഖ വക്താക്കളെയും ഒന്ന് തൊട്ട് തലോടി സ്പർശിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ ക്ലാസ്സിനോ ഉള്ള സമയമില്ല. അതുകൊണ്ടാണ് അതിനെ ഒന്ന് പരാമർശിച്ച് മാത്രം പോകുന്നത്. ഓർമ്മകളിൽ ഇവരെല്ലാം ഉണ്ടാകണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി കലാ തത്വങ്ങളെക്കുറിച്ച് നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചവരിൽ പ്രധാനിയാണ് ടോൾസ്റ്റോയ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് കല? വാട്ട് ഈസ് ആർട്ട്? അത് ലോകസാഹിത്യത്തിൽ തന്നെ വിപ്ലവമുണ്ടാക്കി ഒരു ചിന്താധാര പുതുതായിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉപാധിയാണ് കല എന്ന് ടോൾസ്റ്റോയ് നിർണയിച്ചു. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉപാധിയാണ് കല. അതുപോലെ തന്നെ മതാത്മക കല, സാർവലൗകിക കല എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ കലയ്ക്ക് അദ്ദേഹം കൽപ്പിക്കുന്നുണ്ട്. മതാത്മക കലയെന്നും സാർവലൗകിക കലയെന്നും. കലയ്ക്ക് അപജയമുണ്ടാകാൻ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അത് സംഭവിച്ചേക്കാം എന്നും അദ്ദേഹം പറയുന്നു. അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ചില വസ്തുതകളുണ്ട്. കലയ്ക്ക് അപജയം എവിടെയെങ്കിലും സംഭവിക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണങ്ങളിൽ പ്രധാനം കല ആദായകരമായൊരു തൊഴിലാക്കി മാറ്റുമ്പോൾ സംഭവിക്കാം. അതുപോലെ തന്നെ കലാവിമർശനം, അതിൽ കടന്ന കലാവിമർശനം അതിൻ്റെ താഴ്ചയ്ക്ക് ഇടവരുത്താം. അതുപോലെ തന്നെ കല പഠിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രത്യേക കലാപീഠങ്ങൾ ഉണ്ടാക്കുക, ഇത് സംഭവിച്ചാലും ഒരുപക്ഷെ മൗലികമായ കല വികസിക്കാതെ പോകാം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് കല എന്നുള്ള ഗ്രന്ഥത്തിൽ തൻ്റെ വീക്ഷണങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം നമുക്കിപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല. എന്നാലും അതിൻ്റെ പ്രധാന വശങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മതാത്മക കല,
സാർവലൗകിക കല എന്നിങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്. കലയുടെ അപജയ കാരണങ്ങളായിട്ട് കല ആദായകരമായ തൊഴിലാക്കി മാറ്റുന്നതും അതുപോലെ തന്നെ കലാവിമർശനം മറികടക്കുന്നതും കല പഠിക്കാനുള്ള പീഠങ്ങളൊക്കെ പ്രത്യേകമായിട്ട് നിർമ്മിക്കുന്നതും ഒക്കെ കലാപീഠങ്ങളുടെ നിർമ്മാണം ഇതെല്ലാം കലയുടെ അപജയത്തിൻ്റെ കാരണങ്ങളായി തീരാമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പലതരത്തിലുള്ള കലകളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ അധമകലയ്ക്ക് ഉദാഹരണമായിട്ട് ബീഥോവൻ്റെ 9ാം സിംഫണിയെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു യഥാർത്ഥത്തിൽ ടോൾസ്റ്റോയുടെ കലാവീക്ഷണം പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിങ്ങനെ ഒന്ന് പരാമർശിച്ചു പോകുന്നത് അത്ര ഉചിതമായ ഒരു സംഭവമല്ല. കല ക്രൈസ്തവമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ വിശകലനാത്മകമായിട്ട് കാണേണ്ടതുണ്ട്. അത് ഒരിക്കലും അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിച്ചതാണെന്ന് പറയാനാവുകയില്ല. കാരണം ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും ഓരോ സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് നിദാനമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ പലപ്പോഴും മതാധിഷ്ഠിതമായിരിക്കാം. അങ്ങനെ വരുമ്പോൾ കല അങ്ങനെയായിത്തീരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഭാരതത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെയും ഭാരതത്തിൻ്റെ പരമ്പരാഗത മതവിശ്വാസങ്ങളുടെ അധിഷ്ഠിതമായിട്ടാണ് ആദ്യ കാലഘട്ടത്തിൽ കല വളർന്നത്. പിന്നീട് വന്ന പല വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളർന്ന കലകളുണ്ട്. അപ്പോൾ അതിലെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ടോൾസ്റ്റോയിയുടെ കലാദർശനം വളരെ പ്രധാനമാണ്. അടുത്ത് നമുക്ക് ഓർക്കേണ്ട ചില ആൾക്കാർ എല്ലാം ഓർത്തു പോവുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ആധികാരികമായിട്ടുള്ള ഡിസ്കഷനിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ആർക്കിടൈപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായ പലരുമുണ്ട്. പക്ഷേ അതിനെ മനഃശാസ്ത്രത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്ത് പഠിച്ചത് C.G. യുങ് ആണ്. നവവിമർശനത്തിൻ്റെ ഒരു കാലഘട്ടം പിന്നീട് ഉദയം കൊള്ളുന്നുണ്ട്. നവവിമർശനത്തിൻ്റെ കാലഘട്ടം ഉദയം കൊള്ളുമ്പോൾ അതിൻ്റെ വക്താവായി വരുന്നത് ജോയൽ സ്പിങ്കാൻ ആണ്. ജോയൽ സ്പിങ്കാൻ ആണ് നവവിമർശനത്തിൻ്റെ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത്. 1910 കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഈ ജോയൽ സ്പിങ്കാൻ നടത്തിയ പ്രഭാഷണമാണ് അതിന് വളമായത്. നവവിമർശനത്തിൻ്റെ പ്രത്യയശാസ്ത്രമായി തീർന്നത് ആ പ്രഭാഷണമായിരുന്നു. 1910 കൊളംബിയ യൂണിവേഴ്സിറ്റി നടത്തിയ പ്രഭാഷണം. ഈ ജോയൽ സ്പിങ്കാനാണ് ന്യൂ ക്രിറ്റിസിസം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ട മറ്റൊരു പേരാണ് റൊണാൾഡ് ക്രെയിൻ. റൊണാൾഡ് ക്രെയിൻ ചിക്കാഗോ നിരൂപകന്മാരിൽ പ്രമുഖനാണ്. റൊണാൾഡ് ക്രെയിൻ ഓർത്തിരിക്കുക. അത് നവനിരൂപകന്മാർ വേറെയുമുണ്ട്. ജോയൽ സ്പിങ്കാൻ, കെന്നത്ത് ബർഗ്, ജോൺ ക്രോപ്രൻസം തുടങ്ങിയവർ നവനിരൂപകരിൽ പ്രമുഖരാണ് എന്നുള്ളത് ഓർക്കുക. സാഹിത്യത്തിൽ ക്ലാസിസ്റ്റും മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കുമാണ് താൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിമർശന രംഗത്തേക്ക് വന്ന ഒരാളുണ്ട്. പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ വാദങ്ങളും പ്രധാനമാണ്. T.S. എലിയറ്റ്. അപ്പോൾ സാഹിത്യത്തിൽ ക്ലാസിസ്റ്റാണ് താൻ, എന്നാൽ മതവിശ്വാസത്തിൽ ആംഗ്ലോ കാത്തലിക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിത്യ വിമർശന രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് T.S. എലിയറ്റ്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ്. ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്നുള്ളത് T.S. എലിയറ്റിൻ്റെ ഒരു രചനയാണ്. സംവേദനീയതാ വിഘടനം, ഡിസ്ലൊക്കേഷൻ ഓഫ് സെൻസിബിലിറ്റി. സംവേദനീയതാ വിഘടനം, അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു പരാമർശവും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ്. സംവേദനീയതാ വിഘടനത്തെ എന്ന ആ ഒരു സംജ്ഞ തന്നെ ആദ്യമായിട്ട് പ്രയോഗിച്ച് കാണുന്നു ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന അദ്ദേഹത്തിൻ്റെ രചനയിലാണ്. യഥാർത്ഥത്തിൽ കലാപരമായ ഒരു പരാജയം സംഭവിക്കുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിൻ്റെ ഒരു അസാന്നിധ്യം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കലാവാദമാണല്ലോ.
അപ്പോൾ അതില്ല എങ്കിൽ അത് കല പരാജയപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത് ഒന്നിലേക്ക് മറ്റനേകം കാര്യങ്ങളെ സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നിലേക്ക് മറ്റനേകം കാര്യങ്ങളെ സന്നിവേശിപ്പിക്കുക എന്നതിനെ തന്നെ അദ്ദേഹം അനുഭവങ്ങൾ നിറച്ച മൂശ എന്ന് പറയാം. അതുണ്ടാവണം. അപ്പോൾ അനുഭവങ്ങൾ നിറഞ്ഞ മൂശയാൽ വാർത്തെടുക്കപ്പെടുന്ന സാഹിത്യമാണ് ഏറ്റവും നല്ല സാഹിത്യം. ആ ഒരു വീക്ഷണമാണ് ടി.എസ്. എലിയട്ട് പുലർത്തിയത്. എൻ്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇല്ലാത്ത, താൻ പറയുന്ന പ്രകാരം അത് ഇല്ലാത്ത അനുഭവങ്ങൾ നിറച്ച മൂശ ഒന്നിന്മേൽ മറ്റനേകം കാര്യങ്ങൾ ചേർന്ന് വന്ന് അതിനെ പൂർണ്ണമായൊരു രൂപത്തിൽ സൗന്ദര്യാത്മകവും വൈകാരിക വിക്ഷുബ്ധതയ്ക്ക് അതുപോലെ തന്നെ മനസംസ്കരണത്തിനും ഇടയാക്കുന്ന തരത്തിലേക്ക് അത് ഉയരണം എന്നാഗ്രഹിച്ച കലാവിമർശകനാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഇല്ല എങ്കിൽ അത് കലാപരമായ പരാജയത്തിനിടയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഹാംലെറ്റിനെ നിരൂപിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിൻ്റെ അഭാവം കൊണ്ട് കലാപരമായി പരാജയപ്പെട്ട കൃതിയായിട്ട് ഹാംലെറ്റിനെ ടി.എസ്. എലിയട്ട് നിരൂപിക്കുന്നുണ്ട്. ഷേക്സ്പിയറുടെ കൃതിയെ അനുഭവങ്ങൾ നിറച്ച മൂശയായിട്ടാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ കലകളെ സംബന്ധിച്ചുള്ള പഠനത്തിൻ്റെ വീഥിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരാളെ നമുക്ക് കാണാതെ പോകാനാവില്ല. ഐ.എ. റിച്ചാർഡ്സ് കലകൾ സംവേദനാത്മക കർമ്മത്തിൻ്റെ പരമരൂപമാണെന്നാണ് പ്രഖ്യാപിച്ചത്. കലകൾ സംവേദനാത്മക കർമ്മത്തിൻ്റെ പരമരൂപമാണ് കലകളെന്നാണ് ഐ.എ. റിച്ചാർഡ്സിൻ്റെ ഒരു വാദം. യഥാർത്ഥത്തിൽ അദ്ദേഹം പല വീക്ഷണഗതികൾ അവതരിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യ തലത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ സംവേദനാത്മക തലത്തിൻ്റെ സവിശേഷത കണ്ടെത്തുവാൻ ഐ.എ. റിച്ചാർഡ്സ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കലകൾ സംവേദനാത്മക കർമ്മത്തിൻ്റെ പരമരൂപമാണെന്ന് പ്രഖ്യാപിച്ച ഐ.എ. റിച്ചാർഡ്സ് കവിതയിലെ ഭാഷയ്ക്ക് അർത്ഥങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. കവിതയിലെ ഭാഷയ്ക്ക് അർത്ഥങ്ങൾ കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ ഉപയോഗിക്കുന്നു. പ്രതീതി, അനുഭൂതി, താണം, ഉദ്ദേശ്യം, ഇതൊക്കെയാണ് കവിതയിലെ ഭാഷയ്ക്ക് റിച്ചാർഡ്സ് കണ്ടെത്തുന്ന അർത്ഥങ്ങൾ. പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം തുടങ്ങിയവയാണ് കവിതയിലെ ഭാഷയ്ക്ക്, ഭാഷയിലെ കവിതയല്ല, കവിതയിലെ ഭാഷയ്ക്ക് റിച്ചാർഡ്സ് കണ്ടെത്തുന്ന അർത്ഥങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായ രചന ദി പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഒരു ചിന്താപരമായിട്ടുള്ള ഈ സാഹിത്യ വിമർശന രംഗത്ത് ചിന്താപരമായൊരു വഴിത്തിരിവിനിടവരുത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല. സാഹിത്യകൃതിയുടെ ശാസ്ത്രീയമായ പാഠാപഗ്രഥനം, ഒരു സാഹിത്യകൃതിയുടെ ആ പാഠത്തെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ അപഗ്രഥിക്കാമെന്ന് പറയുന്ന ആദ്യത്തെ കൃതിയായിട്ട് നമുക്ക് കൃതിയെ കാണാം. സാഹിത്യകൃതിയുടെ ശാസ്ത്രീയ പാഠാപഗ്രഥനത്തിന്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, പാഠാപഗ്രഥനം. സാഹിത്യകൃതിയുടെ ശാസ്ത്രീയ പാഠാപഗ്രഥനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം. പ്രതീതി, അനുഭൂതി, താനം, ഉദ്ദേശ്യം എന്നിങ്ങനെ കാവ്യഭാഷയ്ക്ക്, കവിതയിലെ ഭാഷയ്ക്ക് അദ്ദേഹം അർത്ഥങ്ങൾ കണ്ടെത്തുന്നു. മാത്രമല്ല ഈ വിരുദ്ധ ചോദനകളുടെ സമീകരണത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ വികാരവിരേചനം സാധിക്കുന്നതെന്നുള്ള ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. സൗന്ദര്യാത്മക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിൽ കൂടിയും ഇപ്പോൾ നമുക്ക് സമയപരിമിതി കൊണ്ടാണ് പരാമർശിച്ച് മാത്രം പോകുന്നത്. മറ്റൊരവസരത്തിലാകാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് സിനേസ്തേസിസ് എന്ന ഒരു സംജ്ഞയും അതിൻ്റെ സിദ്ധാന്തവും ഇദ്ദേഹം രൂപീകരിക്കുകയുണ്ടായി. വിരുദ്ധ ചോദനകളുടെ സമീകരണത്തിലൂടെയാണ് ഈ ഒരു ആസ്വാദനക്ഷമത സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വീക്ഷണം അദ്ദേഹം പുലർത്തിപ്പോരുന്നുണ്ട്. ഏതായാലും ഭാഷാശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം നമ്മുടെ സാഹിത്യ വിമർശന രംഗത്തെ
ഒരു വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ക്ലീൻത് ബ്രൂക്സ് പറയുന്നത് അതൊരു ഭീഷണിയാണെന്നാണ്. ഭീഷണിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ക്ലീൻത് ബ്രൂക്സ് പറയുന്നു, ഭാഷാശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം സാഹിത്യ വിമർശന രംഗത്തിലെ ഏറ്റവും വലിയ ഭീഷണിയാണെന്നുള്ള ഒരു, പക്ഷേ ഇന്നിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സാഹിത്യ വിമർശന സമീപനമായിട്ട് ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സിദ്ധാന്തങ്ങൾ മാറുന്നുണ്ട്. അത് എത്രത്തോളം വളരുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. അതുപോലെ തന്നെ ദാദായിസം, ദ മോഡേൺ ട്രഡിഷൻ, ട്രിസ്റ്റൻ സാറായാണ് ദാദായിസത്തിൻ്റെ മാനിഫെസ്റ്റോ രചിച്ചത്. ദാദായിസം ദ മോഡേൺ ട്രഡിഷൻ എന്ന കൃതി. ദാദായിസം ദ മോഡേൺ ട്രഡിഷൻ എന്ന കൃതി എഴുതിയത് ട്രിസ്റ്റൻ സാറ ദാദായിസത്തിൻ്റെ മാനിഫെസ്റ്റോ ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ദാദ ഈസ് എ സൈൻ ബോർഡ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ദാദ ഈസ് എ സൈൻ ബോർഡ് ഓഫ് അബ്സ്ട്രാക്ഷൻ എന്നാണ് ട്രിസ്റ്റൻ സാറ പറയുന്നത്. അപ്പോൾ അതും ഒരു സാഹിത്യ സിദ്ധാന്തമായിട്ട് പരിഗണിക്കപ്പെട്ട് വരുന്നുണ്ടെന്നുള്ളത് ഓർക്കുക. അത് സാന്ദർഭികമായി ഒന്ന് ഓർത്തു എന്ന് മാത്രം. അതുപോലെ തന്നെ ആന്ദ്രേ ബ്രിട്ടൻ സർ റിയലിസത്തെക്കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനം, പ്യുവർ സൈക്കിക് ആട്ടോമാറ്റിസം, മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ സർ റിയലിസം എന്നാണ് ആന്ദ്രേ ബ്രിട്ടൻ പറയുന്നത്. മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനം, പ്യുവർ സൈക്കിക് ആട്ടോമാറ്റിസം, മനസ്സിൻ്റെ കേവലമായ സ്വയം പ്രവർത്തനമാണ് സർ റിയലിസം എന്നാണ് ആന്ദ്രേ ബ്രിട്ടൻ അഭിപ്രായപ്പെടുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു വാദഗതി കൊണ്ട് പ്രതിമാനവാദം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അത് ഓർക്കുന്നു. പ്രതിമാനവാദം എസ്രാ പ്രൗണ്ടും ടി.ഇ. ഹ്യൂമും എഫ്.എസ്. ഫ്ലിൻറ്റും ഒക്കെ അതിൻ്റെ വക്താക്കളാണ്. എഫ്.എസ്. ഫ്ലിൻറ്റ്, ടി.ഇ. ഹ്യൂം, എസ്രാ പ്രൗണ്ട് ഇവരെല്ലാം പ്രതിമാനവാദത്തിൻ്റെ പ്രയോക്താക്കളാണ് എന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. ഇമേജിസത്തിൻ്റെ സാധ്യതയ്ക്ക് നിദർശനമായിട്ട് എസ്രാ പൗണ്ട് ജപ്പാനിലെ നോവ നാടകങ്ങളെ മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജപ്പാനിലെ നോവ നാടകങ്ങൾ ഇമേജിസത്തിൻ്റെ സാധ്യതയ്ക്ക് നിദർശനമായിട്ട് എസ്രാ പൗണ്ട് ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ നമ്മൾ ദാദായിസവും അതുപോലെ തന്നെ സർറിയലിസവും പിന്നെ പ്രതിമാനവാദവുമൊക്കെ ഒന്ന് പരിഗണിച്ച് പോകേണ്ട വിഷയങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞല്ലോ, ഭാഷാശാസ്ത്രത്തിൻ്റെ കടന്നുകയറ്റം ഒരു ഭീഷണിയാണെന്ന് ക്ലീൻത് ബ്രൂക്സ് പറഞ്ഞെങ്കിലും അതൊരു യാഥാർത്ഥ്യമായിട്ടും അത് പൊതുവിൽ ചില മേഖലകളിലെങ്കിലും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആധുനിക ശൈലീ വിജ്ഞാനം അത് ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു വിഷയമാണ്. ആ ശൈലീ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാഹിത്യ വിമർശനം സാധ്യമാണ് എന്ന് പിൽക്കാലത്ത് പലരും തെളിയിച്ചിട്ടുണ്ട്. ഈ വഴിക്കുള്ള ചിന്തകളിൽ ഫെർഡിനാൻഡ് ഡി സസ്യൂറും റോമൻ ജാക്കബ്സണും നൽകിയ സംഭാവനകൾ പ്രധാനമാണ്. അതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആധുനികോത്തര വിമർശനത്തിൻ്റെ ബീജം കാണാൻ കഴിയുന്നത് എവിടെയാണ്? ആധുനികോത്തര വിമർശനത്തിൻ്റെ ബീജം യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് റഷ്യൻ ഫോർമലിസത്തിലാണെന്ന് കാണാം. ആധുനികോത്തര വിമർശനത്തിൻ്റെ ബീജം കാണാൻ കഴിയുന്നത് റഷ്യൻ ഫോർമലിസത്തിലാണ്. എവിടെയാണ് ആധുനികോത്തര വിമർശനത്തിൻ്റെ ബീജം കാണാൻ കഴിയുക? റഷ്യൻ ഫോർമലിസത്തിൽ തന്നെ. അത് ബോറിസ് എച്ചൻബാമാണ് റഷ്യൻ ഫോർമലിസത്തിൻ്റെ ഉപജ്ഞാതാവ്. നമ്മൾ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ പഠിച്ചു പോകുന്നതിനിടയ്ക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ഒന്നാണ് റഷ്യൻ ഫോർമലിസം. അത് രൂപപരമായ വാദത്തെക്കുറിച്ചുള്ളതാണ്. മുമ്പൊരിക്കൽ ഭാഷാശാസ്ത്രപരമായ സാഹിത്യ സമീപനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചതായിട്ടാണ് ഓർമ്മ. ബോറിസ് എച്ചൻബാവുമാണ് റഷ്യൻ ഫോർമലിസത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സാഹിത്യ വിമർശനത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ തന്നെ ഭാഷാശാസ്ത്രത്തിൽ കടന്നു വന്ന ഒരു സമീപനമാണ് ഘടനാവാദമെന്ന് നമുക്കറിയാം. നേരത്തെ പറഞ്ഞുവല്ലോ, ആധുനിക ശൈലീ വിജ്ഞാനത്തിൽ സ്വാധീനം ചെലുത്തിയ ഫെർഡിനാൻഡ് ഡി സസ്യൂറും റോമൻ ജാക്കോബ്സണുമൊക്കെ അവരൊക്കെ പിന്നീട് സാഹിത്യ വിമർശന ലോകത്തും പ്രസക്തരായി തീർന്നു എന്നുള്ളതാണ് സത്യം. ഘടനാവാദത്തിന് ഫെർഡിനാൻഡ് ഡി സസ്യൂറാണ് തിരികൊളുത്തിയത്. എന്നാൽ
പിൽക്കാലത്ത് ഘടനാനന്തരവാദം എന്ന് ഉടലെടുക്കുകയുണ്ടായി. ഘടനാവാദത്തിൻ്റെ പല പോരായ്മകളെയും പരിഹരിച്ചുകൊണ്ടാണ് ഘടനാനന്തരവാദം മുന്നോട്ട് പോയത്. അത് ഘടനാനന്തരവാദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു പേരാണ് ജാക്വസ് ദെറിദ. ദെറിദയുടെ അവനിർമ്മാണ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്കറിയാം. അതിനെക്കുറിച്ച് ഒന്നും വിശകലനാത്മകമായി നമ്മളിപ്പോൾ പരിശോധിക്കുന്നില്ല. സൂചിതങ്ങളും സൂചകങ്ങളും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സൂചിതങ്ങൾ വ്യത്യാസപ്പെടുന്നതിനോടൊപ്പം നീട്ടിവെക്കപ്പെടുകയും കൂടി ചെയ്യുന്നു എന്നാണ് ദെറിദ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഡിഫറൻസ് എന്ന പദം ദെറിദ ഉപയോഗിക്കുന്നുണ്ട്. ദെറിദ ഉപയോഗിക്കുന്ന പദമാണ് ഡിഫറൻസ്. അതായത് സൂചിതങ്ങൾ വ്യത്യാസപ്പെടുന്നതിനോടൊപ്പം അതിൻ്റെ അർത്ഥം നീട്ടിവെക്കപ്പെടുകയും കൂടെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ദെറിദ ഡിഫറൻസ് എന്ന പദം ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ച സിദ്ധാന്തം എന്ന് പറയുന്നത് അപനിർമ്മാണമാണ്, ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള പാഠങ്ങളുടെ വീണ്ടും വീണ്ടുമുള്ള പുനർനിർമ്മിതി. അവനിർമ്മാണത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ഒരു ലേഖനത്തെ വിശകലനം ചെയ്യുന്നുണ്ട്. എസ്സേ ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന എന്ന ലേഖനം. എസ്സേ ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എഴുതിയത് നമ്മുടെ റൂസോയാണ്. കാൽപ്പനികതയുടെ തുടക്കത്തിൽ കൺഫഷൻസിലൂടെ അദ്ദേഹം കടന്നു വന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണല്ലോ. അപ്പോൾ അവനിർമ്മാണ രീതിയിൽ ദെറിദ വായിച്ചെടുത്ത ലേഖനം യഥാർത്ഥത്തിൽ റൂസോയുടെ എസ്സേ ഓൺ ദ ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന ലേഖനത്തെയാണ് അദ്ദേഹം അവനിർമ്മാണ രീതിയിൽ വായിച്ചെടുക്കാൻ ശ്രമിച്ചത്. സ്റ്റീഫൻ എനിമിസ് എന്നൊരു വ്യക്തിത്വത്തെ നമ്മൾ അടുത്തതായി ഓർക്കേണ്ടതുണ്ട്. സ്റ്റീഫൻ എനിമിസ്. ഈ സ്റ്റീഫൻ എനിമിസ് സെമിയോട്ടിക്സിൻ്റെ വക്താവാണ്, ചിഹ്നവിജ്ഞാനി. ചിഹ്നശാസ്ത്രം അത് മറ്റൊരു ശാഖയാണ്. സ്റ്റീഫൻ എനിമിസ് സെമിയോട്ടിക്സിനെ നിർവചിക്കുന്നത് സംവേദനത്തിൻ്റെയും അഥവാ അഭിധാവൃത്തിയുടെയും സർവപ്രതിഭാസങ്ങളുടെയും സംയുക്ത പഠനമാണ്. എല്ലാ സംഭവങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും, എല്ലാ വസ്തുക്കളിലും എല്ലാം ചിഹ്നങ്ങളാണ് ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റീഫൻ എനിമിസ് സെമിയോട്ടിക്സിനെ നിർവചിക്കുന്നത്. സംവേദനത്തിൻ്റെയും അഥവാ അഭിധാവൃത്തിയുടെയും സർവപ്രതിഭാസങ്ങളുടെയും സംയുക്ത പഠനമാണ് ചിഹ്നശാസ്ത്രം വിഭാവനം ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ ചിഹ്നശാസ്ത്രം പിന്നീട് പിൽക്കാലത്ത് പലരും ഏറ്റെടുത്ത് പഠിക്കുകയും മറ്റുമുണ്ടായി. അതിൽ പ്രധാനമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് ഉംബർട്ടോ എക്കോയുടെ എ തിയറി ഓഫ് സെമിയോട്ടിക്സ് എന്ന ഗ്രന്ഥമാണ്. ഉംബർട്ടോ എക്കോ പിൽക്കാലത്ത് സ്റ്റീഫൻ എനിമിസിൻ്റെ നിർവചനവും സിദ്ധാന്തങ്ങളും ഒക്കെ പ്രചോദനം ആയിട്ടുണ്ടാകണം. എ തിയറി ഓഫ് സെമിയോട്ടിക്സ് എന്ന കൃതി ചിഹ്നശാസ്ത്രപരമായിട്ട് ഉംബർട്ടോ എക്കോ എഴുതിയതാണ്. മിഖായേൽ റിഫാറ്റർ മറ്റൊരു പ്രധാന വക്താവാണ്. മിഖായേൽ റിഫാറ്റർ ഒരു കവി ഒരു കാര്യം പറയുകയും മറ്റൊന്ന് വിവക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഒരു കവി ഒരു കാര്യം പറയുന്നു, പക്ഷേ മറ്റൊന്ന് വിവക്ഷിക്കുന്നു. അത് ശരിയാണല്ലേ? പലപ്പോഴും കവി തൻ്റെ രചന നിർവഹിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ ഒരുപക്ഷെ വായനക്കാരന് കഴിയും. അവിടെയാണ് ദെറിദയുടെ അപനിർമ്മാണത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത്. ഓക്കെ. അപ്പോൾ മിഖായേൽ റിഫാറ്റർ പറയുന്നു, ഒരു കവി ഒരു കാര്യം പറയുകയും മറ്റൊന്ന് വിവക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്ന സമയത്ത് ഉദ്ദേശിക്കാത്ത കാര്യം പിന്നീട് അദ്ദേഹം വിവക്ഷിക്കും. എന്നാൽ അതേസമയം അദ്ദേഹം രണ്ടാമത് വിവക്ഷിച്ച കാര്യങ്ങളിലും ഉപരിയായിട്ടുള്ള അർത്ഥതലങ്ങൾ ആസ്വാദകൻ അല്ലെങ്കിൽ വായനക്കാരൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ സെമിയോട്ടിക്സ് എന്നൊരു ശാഖ വളർന്നു വന്നതിനോടൊപ്പം അതിൻ്റെ ഉപശാഖയായിട്ട് ആഖ്യാനശാസ്ത്രവും വളർന്നു. അത് പ്രധാനമാണ്. ആഖ്യാനശാസ്ത്രത്തിന് ഇന്ന് മലയാള സാഹിത്യത്തിലുള്ള പ്രസക്തിയെക്കുറിച്ച് ഒന്ന് പരിചിന്തിക്കേണ്ടതുണ്ട്. അതിപ്പോൾ അല്ലാതെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുക. അപ്പോൾ സെമിയോട്ടിക്സിൻ്റെ ഒരു സുപ്രധാന ശാഖയാണ് ആഖ്യാനശാസ്ത്രം എന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്കതിനെക്കുറിച്ച് സാമാന്യമായിട്ട് എഴുതാൻ കഴിയും. ബൈബിൾ അടക്കമുള്ള വേദപാഠങ്ങളിലെ പ്രതീക ഭാഷകൾ, ആ പ്രതീക ഭാഷയുടെ അർത്ഥത്തെ നിർദ്ധാരണം ചെയ്യുന്നതും ഒരു കലാപരമായ വിമർശന സമീപനമാണ്. അപ്പോൾ ബൈബിൾ അടക്കമുള്ള വേദപാഠങ്ങളിലെ പ്രതീക ഭാഷയുടെ അർത്ഥം നിർദ്ധാരണം ചെയ്യുന്നതാണ് ഹെർമന്യൂട്ടിക്സ് അഥവാ വ്യാഖ്യാനശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആഖ്യാനശാസ്ത്രവും വ്യാഖ്യാനശാസ്ത്രവും തമ്മിൽ വ്യത്യാസമുണ്ട്.
ആഖ്യാനശാസ്ത്രം എന്ന് പറഞ്ഞാൽ സെമിയോട്ടിക്സിൻ്റെ ഒരു ഉപശാഖയായിട്ട് വരുന്നതാണ് എന്നുള്ളത് ഓർക്കണം. സെമിയോട്ടിക് ചിനവിജ്ഞാനീയമാണ്, അതിൻ്റെ ഒരു ഉപശാഖയായിട്ടാണ് ആഖ്യാനശാസ്ത്രം വരുന്നതെങ്കിൽ ബൈബിൾ അടക്കമുള്ള വേദപാഠങ്ങളിലെ പ്രതീക ഭാഷയുടെ അർത്ഥം നിർദ്ധാരണം ചെയ്യുന്ന കലയായിട്ടാണ് ഹെർമന്യൂട്ടിക്സിനെ അഥവാ വ്യാഖ്യാനശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സ്ത്രീരചനയെക്കുറിച്ച് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതിൽ പ്രധാനി ഷോവാൾട്ടറാണ്. ഷോവാൾട്ടർ സ്ത്രീരചനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് 3 ഘട്ടങ്ങളുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രൈണം, സ്ത്രീവാദപരം, സ്ത്രീ വിഷയപരം എന്നിങ്ങനെയാണ് അത് തിരിക്കുന്നത്. ഷോവാൾട്ടർ കണ്ടെടുക്കുന്ന സ്ത്രീരചനകളുടെ 3 ഘട്ടങ്ങളാണ് സ്ത്രൈണം, സ്ത്രീവാദപരം, സ്ത്രീ വിഷയം. സ്ത്രൈണം ഫെമിനിൻ, സ്ത്രീവാദപരം ഫെമിനിസ്റ്റ്, സ്ത്രീ വിഷയം ഫീമെയിൽ. യഥാർത്ഥത്തിൽ ആധുനിക ഫെമിനിസത്തിൻ്റെ പ്രോദ്ഘാടകരായി കരുതപ്പെടുന്നതിൽ പ്രധാനി ബെറ്റി ഫ്രൈഡാനാണ്. ബെറ്റി ഫ്രൈഡാൻ ആണ് ആധുനിക ഫെമിനിസത്തിൻ്റെ പ്രോദ്ഘാടകരിൽ പ്രമുഖം. പിതൃഭരണ വ്യവസ്ഥയ്ക്കെതിരായ ഒരു സൈദ്ധാന്തിക പ്രക്ഷോഭമാണ് സ്ത്രീവാദ നിരൂപണമെന്നാണ് വെർജീനിയ വുൾഫ് പറയുന്നത്. പിതൃഭരണ വ്യവസ്ഥയ്ക്കെതിരായ ഒരു സൈദ്ധാന്തിക പ്രക്ഷോഭമാണ് സ്ത്രീവാദ നിരൂപണം. ഇപ്പോൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ പോലും, സാഹിത്യ മേഖലകളിൽ പോലും സ്ത്രീവാദ കാവ്യശാസ്ത്രം ഒരു പ്രധാന വിഷയമായി മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പാരിസ്ഥിതിക സ്ത്രീവാദ കാവ്യശാസ്ത്രവും വളരുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ഓർമ്മയിലുണ്ടാവണം. സ്റ്റൈൽ ഈസ് മാൻ ഹിംസെൽഫ് എന്ന് ബഫൺ പ്രഖ്യാപിക്കുകയുണ്ടായി. സ്റ്റൈൽ ഈസ് മാൻ ഹിംസെൽഫ്. സ്റ്റൈലിന് തന്നെ പല വിഭാഗങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. 1 ഉദാത്തം, 2 മധുരം, മറ്റൊന്ന് വിനീതം എന്നിവയാണ് സ്റ്റൈലിൻ്റെ 3 വിഭാഗങ്ങൾ. സ്റ്റൈൽ അത് ഒരു ശൈലി വിജ്ഞാനീയം എന്നുള്ള രീതിയിൽ വളരുന്നുണ്ട്. അതിനെ നമ്മുടെ രീതി സിദ്ധാന്തവുമായി ഘടിപ്പിക്കാനൊക്കെ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും സ്റ്റൈൽ ഈസ് മാൻ ഹിംസെൽഫ് എന്നാണ് ബഫൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്റ്റൈലിൻ്റെ വിഭാഗങ്ങളായി കൽപ്പിക്കുന്നത് ഉദാത്തം സബ്ലൈം, മധ്യമം മെഡിക്കോർ, വിനീതം ഹംബിൾ തുടങ്ങിയവയാണ്. നേരത്തെ പറഞ്ഞല്ലോ ഫെമിനിസത്തിൻ്റെ കാര്യം. ആധുനിക ഫെമിനിസത്തിൻ്റെ പ്രോദ്ഘാടകരായിട്ട് ബെറ്റി ഫ്രൈഡാനെയാണ് നമ്മൾ കണ്ടെത്തിയത്. ഷോവാൾട്ടർ കണ്ടെടുക്കുന്ന സ്ത്രീരചനകൾക്ക് സ്ത്രൈണം, സ്ത്രീവാദപരം, സ്ത്രീ വിഷയം എന്ന് 3 ഘട്ടങ്ങളുണ്ട്. എന്നാൽ ഫെമിനിസ്റ്റ് സാഹിത്യത്തെ സൂചിപ്പിക്കുവാൻ മലയാളത്തിൽ ഉപയോഗിച്ച പദം വളരെ വിചിത്രമായിട്ട് ചിലർക്ക് തോന്നാം. പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പെണ്ണെഴുത്ത് എന്നുള്ളതാണ്. ഫെമിനിസ്റ്റ് സാഹിത്യത്തെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ഉപയോഗിച്ച പദമാണ് പെണ്ണെഴുത്ത്. ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സച്ചിദാനന്ദനാണെന്ന് നമുക്കറിയാം. പെണ്ണെഴുത്ത് എന്ന പദം സാറാ ജോസഫിൻ്റെ പാവത്തറ എന്ന കഥാസമാഹാരത്തിൻ്റെ അവതാരികയിലാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ ലിറ്റററി ക്രിറ്റിസിലുണ്ടായ ആ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ ആമുഖം എഴുതി കൊടുത്തത് എന്ന് കരുതണം. അവതാരിക എഴുതി കൊടുത്തത് സാറാ ജോസഫിൻ്റെ പാവത്തറയ്ക്ക് അവതാരിക എഴുതി കൊടുത്തപ്പോൾ അവിടെയാണ് പെണ്ണെഴുത്തുന്ന പദം അദ്ദേഹം പരാമർശിച്ച് കാണുന്നത്. പ്രഭാഷണശാസ്ത്രം ഉണ്ട്. നമ്മുടെ ഈ സാഹിത്യശാസ്ത്ര മേഖലകളിലെ ഒന്നാണ് പ്രഭാഷണശാസ്ത്രം. പ്രഭാഷണശാസ്ത്രം യഥാർത്ഥത്തിൽ അത്ര കണ്ട് റെട്ടറിക് എന്ന് പറയാം. പ്രഭാഷണശാസ്ത്രം റെട്ടറിക്കാണ് പ്രഭാഷണശാസ്ത്രം എന്ന് പറയുന്നത്. വ്യവസായാനന്തര സമൂഹം എന്ന് ഉത്തരാധുനിക സമൂഹത്തെ ഡാനിയൽ ബെൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഡാനിയൽ ബെൽ ഉത്തരാധുനിക സമൂഹത്തെ വ്യവസായാനന്തര സമൂഹമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. റൊളാങ് ബാർത്ത് പിൽക്കാലത്ത് തൻ്റെ വാദഗതികളെ അവതരിപ്പിക്കുന്നുണ്ട്. എഴുത്തുകാരൻ്റെ മരണമെന്ന കൃതിയിലൂടെയാണ് റൊളാങ് ബാർത്ത് പ്രസിദ്ധനായത്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ കണ്ട ആൾക്കാരിലെ ദറിത വളരെ സുപ്രധാനമായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ആശയങ്ങൾ സ്വരൂപിക്കേണ്ടതാണ്. സ്പീച്ച് ആൻഡ് ഫിനോമിന ഓഫ് ഗ്രാമറ്റോളജി, റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ് തുടങ്ങിയവയെല്ലാം ദറിതയുടെ പ്രധാന കൃതികളാണെന്ന് ഓർക്കുക.
ഫ്രോയിഡിയൻ ചിന്തകളെ സൊസ്യൂറിയൻ ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ച ഒരാളുണ്ട്, ജാക്ക് ലക്കാൻ എന്നുള്ള ചിന്തകനാണ്. അപ്പോൾ ഫ്രോയിഡിയൻ ചിന്തകളെ സൊസ്യൂറിയൻ ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനർവായിച്ചത് ജാക്ക് ലക്കാനായിരുന്നു. അതുപോലെ തന്നെ ഹോറസിനെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹോറസിൻ്റെ പക്ഷത്തിൽ ഒരു കൃതി മഹത്തരമാകണമെങ്കിൽ 9 കൊല്ലമെങ്കിലും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം പിന്നെയും വായനായോഗ്യമെങ്കിൽ മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഒരു കൃതി മഹത്താകണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. 9 കൊല്ലമെങ്കിലും സൂക്ഷിച്ചു വയ്ക്കണം. 9 കൊല്ലമെങ്കിലും സൂക്ഷിച്ചു വെച്ചതിന് ശേഷം വായനായോഗ്യമെങ്കിൽ മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് ഒരു കൃതിയുടെ മഹത്വത്തിന് നിദാനമെന്ന് ഹോറസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞ ആൾക്കാരുടെ പേര് അറിയാതെ വീണ്ടും പരാമർശിച്ചു പോയി. ഏതായാലും ഇതിൽ നിന്നും അപ്പോൾ നമ്മൾ ഇത്രയേറെ ആൾക്കാർ നമ്മൾ പ്ലേറ്റോണിയൻ സിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അതിൻ്റെ വഴിത്താരകളിലുണ്ടായ പരിണാമങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എല്ലാം ഒന്ന് പരാമർശിച്ചു പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ലോങ്കിനസ്, ദാന്തെ, പിന്നെ നവവിമർശനം, മാർക്സിസ്റ്റ് നിരൂപണം തുടങ്ങിയ പല മേഖലകളും. ഈ മേഖലകളെയൊക്കെ നമ്മളിങ്ങനെ തൊട്ട് തലോടി അതിൻ്റെ പ്രമുഖ വക്താക്കളെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങ് പോയതാണ്. ഈ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കതിനെക്കുറിച്ചുള്ള വിശകലനം കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഏതായാലും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ സാഹിത്യശാസ്ത്ര തത്വചിന്തകൾ, സാഹിത്യശാസ്ത്ര ചിന്തകൾ, സാഹിത്യത്തിൻ്റെ തത്വമാണല്ലോ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ആ മേഖലകളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതോ ഇനി കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന വസ്തുതകൾ മറ്റൊരവസരത്തിൽ പങ്കുവയ്ക്കാം. അപ്പോൾ മാത്രമല്ല പൗരസ്ത്യ സാഹിത്യ ദർശനവും നമ്മൾ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒന്നൊരു ഓട്ടപ്രദക്ഷിണം പോലെ നമുക്ക് 2-4 ഭാഗങ്ങളിലായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ.